എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞ് ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ ആട്ടോ. അപ്പോൾ വലിയ ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ വീട്ടിലെ ഒരു ചെറിയൊരു കുഞ്ഞ് ഗാർഡൻ. അപ്പോൾ ഈ ഒരു ഗാർഡനിൽ ഫുൾ ഇതുപോലെ പുല്ലും ഇലകളും എല്ലാം വീണ് കിടക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ ഫുൾ മരങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു മരങ്ങളുടെ ഇലകളൊക്കെ ഇതിലേക്ക് വീണിട്ട് ചെടികളൊക്കെ ആകെ നാശമായിട്ട് കിടക്കുകയാണ്. നമ്മൾ കുറച്ച് നാളായിട്ട് ഇതിലേക്കൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടായില്ല, അതുകൊണ്ട് ആകെ പുല്ലൊക്കെ കയറിയിട്ട് ഇലകളും വീണ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, നമ്മൾ എറണാകുളം ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ കുറച്ച് റോസൊക്കെ വാങ്ങിയിട്ടുണ്ടായി, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ ഫ്ലവർ ഷോൻ്റെ വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർ അതുകൂടി കാണണേ. ഞാനപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിന് താഴെ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഈ ഒരു ചെടികൾ ഫുൾ മാറ്റിയിട്ട് ഈ ഒരു ഏരിയ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ സെൻറ്ററിലായിട്ട് ഒരു മാവുണ്ട്. അപ്പോൾ ആ ഒരു മാവിന് ചുറ്റുമായിട്ടാണ് നമ്മൾ ഈ ഒരു ചെടിയൊക്കെ വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മാവിൻ്റെ ഏരിയ ഫുൾ ഇതുപോലെ പുല്ലും ഇലകളും എല്ലാം വീണ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു മാവിൻ്റെ ഈ ഒരു ഏരിയ ഫസ്റ്റ് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അമ്മയും കൂടി ആട്ടോ ഈ ഒരു ഗാർഡൻ മേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു മാവിന് ചുറ്റുമായിട്ട് ഫുൾ കുറച്ച് കല്ലുകളൊക്കെ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ അങ്ങനെ റൗണ്ട് കല്ലുകൾ വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയാണ് ഇതുപോലെ ഈ ഒരു കല്ലൊക്കെ വെച്ച് സെറ്റാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഈ ഒരു സിമെൻ്റൊക്കെ തേച്ചിട്ടുള്ള സംഭവം എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ ചെയ്താലും അത്ര ലെവലിന് വരുമോ ഇല്ല, അതുകൊണ്ട് അമ്മയാണ് ആ ഒരു പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ഉടായിപ്പ് പണികളൊക്കെ അമ്മയ്ക്കാണ് നല്ല വശം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് സിമെൻറ്റ് വെച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കാനും അങ്ങനത്തെ ഭിത്തി കെട്ടാനും മതിൽ കെട്ടാനും ഒക്കെ അമ്മയ്ക്കാണ് കൂടുതൽ വശം ആയിട്ടുള്ളത്. അപ്പോൾ അമ്മ അത് ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു, എനിക്കിങ്ങനെ ഒരു റൗണ്ടിൽ ചെടി വെച്ചാൽ നല്ലതായിരിക്കുമോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലാനിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും, ആ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു സിമെൻ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ കെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് പാടുള്ള പണിയാണ്. അപ്പോൾ എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് അമ്മ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുൾ റൗണ്ടിൽ കെട്ടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മാവിന് ചുറ്റുമായിട്ട് ഇതുപോലെ കല്ലൊക്കെ വെച്ച് നമ്മൾ നല്ല റൗണ്ട് ഷേപ്പാക്കി എടുത്തു. എന്നിട്ട് കുറച്ച് സിമെൻ്റൊക്കെ വെച്ച് തേച്ചിട്ട് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫൈനൽ ലുക്ക് വന്നപ്പോൾ. ആ ഒരു മാവിന് ചുറ്റുമായിട്ട് റൗണ്ട് ഇങ്ങനെ കെട്ടിയെടുത്തു. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു റൗണ്ട് നമ്മൾ വീട്ടിൽ തട്ടിക്കൂട്ടിയിട്ട് ചെയ്യുന്ന സംഭവമാണല്ലോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം നമ്മളുടേതായ രീതിയിൽ നമുക്ക് വരുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അപാകതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിൽ പോലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ ഒരു റൗണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെടികൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നത് ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു ചെടിയാണ്. ഈ ഒരു ചെടിയുടെ കറക്റ്റ് പേര് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു ചെടി നല്ല ഭംഗിയാണ്. നല്ല ആ ഒരു ഇങ്ങനെ ഇതുപോലെ നല്ല റൗണ്ടിലൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെടിയാണ് കേട്ടോ നമ്മളിങ്ങനെ ഫുൾ റൗണ്ടിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെടി ഇങ്ങനെ ഫുൾ റൗണ്ടിൽ വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ആ ഒരു വൈറ്റും ആ ഒരു ഗ്രീനും കൂടിയുള്ള ആ കോമ്പിനേഷനാണ് ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നല്ല ഈ ഒരു മാവിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഈ ഒരു റൗണ്ട് ചെടി കൊടുത്തപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടി റൗണ്ട് വയ്ക്കാനുള്ള ഫുൾ ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു കുറച്ച് ഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ ഒരു ചെടി വെച്ചത്. ഫുൾ റൗണ്ട് വയ്ക്കാനുള്ള ചെടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഉള്ളതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ഒരു ചെടി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചെടിയുടെ പേരാണ് അഗ്ലോണിമ പ്ലാന്റ്സ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഈ ഒരു ചെടി അറിയായിരിക്കും. ഈ ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ, ഇതിന് പല കളറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു റെഡ് ആൻഡ് ഗ്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അഗ്ലോണിമ ചെടിയാണ് നമ്മൾ ആ ഒരു സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീനും റെഡ് ആൻഡ് ഗ്രീനും കൂടി വന്നപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൗണ്ട് ഫുള്ള് ഈ ഒരു അഗ്ലോണിമ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മാവിന് ചുറ്റുമായിട്ട് നമ്മൾ ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെടിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് ഉള്ള ആ ഒരു ലുക്ക് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇതുപോലെ പൂക്കളൊക്കെ ഇല്ലാത്ത ചെടികളാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇതുപോലെ പൂക്കളൊക്കെ ഉള്ള ചെടികളാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ്. എനിക്കപ്പോൾ റോസ് അങ്ങനെ നല്ല മറ്റേ ബോഗൻവില്ല അതുപോലെ കുറേ ഫ്ലവേഴ്സ് ഉള്ള ചെടികളാണ് ഇഷ്ടം. ഈ ഒരു ഇലച്ചെടികളെക്കാൾ എനിക്ക് കൂടുതൽ ഫ്ലവേഴ്സ് ഉള്ള ചെടികളാണ് ഇഷ്ടം. അപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് റോസ് വെച്ച് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ട്രയാങ്കിളൊക്കെ നമ്മുടേതായ രീതിയിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സെൻറ്ററിലായിട്ട് നമ്മൾ വാങ്ങിയ റോസും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ ഇഷ്ടം പോലെ ഫ്ലവർ ഇല്ലാത്ത ചെടികളും എൻ്റെ ഇഷ്ടത്തിന് ഫ്ലവറുള്ള ചെടികളും, അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ആ ഒരു ഇഷ്ടങ്ങൾ കൂട്ടിയിടക്കിയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഞങ്ങൾ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വന്നപ്പോൾ അതാ ഈ ഒരു കാണുന്നതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ചൈനീസ് ബോൾസ് അതും കൂടി നമ്മൾ ആ ഒരു സ്പേസ് വന്ന ഏരിയയിൽ കുറച്ച് ചൈനീസ് ബോൾസും കൂടി നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൈനീസ് ബോൾസ് നടുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ അതിങ്ങനെ വാടിയ പോലെ നിൽക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ലുക്കൊക്കെ കാണണമെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസൊക്കെ ഉള്ള ഏരിയയിൽ കുറച്ച് ഇലച്ചെടികളും അതുപോലെ കുറച്ച് ഇതുപോലത്തെ ചൈനീസ് ബോൾസും പിന്നെ കുറച്ച് കളർ ചെടികളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു ഗാർഡൻ, നമ്മുടെ വീട്ടിലെ കുഞ്ഞു ഗാർഡൻ സെറ്റാക്കി എടുത്തത് കേട്ടോ. ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ ഉദ്ദേശിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചെടിയൊക്കെ വെച്ചത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് റോസും ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ വെച്ച് കൊടുക്കാമെന്നൊക്കെ ഉള്ള ഐഡിയയിലാണ് വെച്ച് വന്നത്. പക്ഷേ നമ്മൾ വെച്ച് വന്നപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ പോലെയും റൗണ്ട് പോലെയൊക്കെ ആയില്ലെങ്കിലും ഏകദേശം നമ്മൾ മനസ്സിൽ കണ്ട പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഗാർഡൻ്റെ ആ ഒരു ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ലുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ചെടികളെല്ലാം സെറ്റാക്കിയിട്ട് ഉള്ള ആ ഒരു ഫൈനൽ ലുക്കാണിത്. പിന്നെ ഈ ഒരു കുഞ്ഞു ഗാർഡനിൽ നമുക്ക് വെക്കാൻ പറ്റാത്ത കുറച്ച് ചെടികളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഒരു മുന്തിരിയുടെ തൈയൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാവുമോ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിയതാണ്. അപ്പോൾ അതൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്പേസിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടേ ഇല്ല, ഇതാകെ നാശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന വീഡിയോ വേറൊരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ഏരിയയിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ആ ഒരു മുന്തിരിയും അതുപോലെ തന്നെ ആന്തോറിയും ഒക്കെ സെറ്റാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗാർഡൻ്റെ ഇതാണ് ആ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ 2024 ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭം നമ്മൾ ആരംഭിച്ചത് ഇതുപോലെ ചെടികളൊക്കെ നട്ടാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്കും അടിപൊളിയായിരിക്കട്ടെ. നിങ്ങൾ ഇതുപോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹാപ്പി ആയിട്ടിരിക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം.